നമുക്ക് കോർണറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മൈലേജിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ദിസ് ഇസ് യുവർ ഇൻ ദിസ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് 160 സെഗ്മെൻറ്റ് ഏറ്റവും മികച്ചതെന്ന് പറയാൻ പറ്റുന്ന ബൈക്കുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറ്റുന്ന ഒന്നാണ് ടി വി എസിൻ്റെ അപ്പാച്ച്. ഇതാ ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളത് ടി വി എസ് ഓൾ ന്യൂ 2026 അപ്പാച്ച് RTR 160 4V ആണ് നമ്മുടെ കൂടെ ഉള്ളത്. വെറും ഒരു ഫേസ് ലിഫ്റ്റ് അല്ല ഇത്. 160 ബൈക്കുകളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്നൊന്നര ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ടി വി എസ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അധികം വൈകിക്കേണ്ട, നമുക്ക് ഇതിൻ്റെ റൈഡിങ് എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Cause they know I got the sauce, got the presence on me, I can't ever take it off. That's why I came country boy stepping, yeah I'm country boy stepping, country boy stepping. ആദ്യമായി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ലുക്സ് തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ മെയിൻ മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെയാണ്. ഹെഡ് ലാമ്പൊക്കെ മാറ്റിയിട്ടുണ്ട്. അതായത് ഇതിൽ ഗ്ലാസ് ഡി പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വിത്ത് LED DRLs ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും LED തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഈ ബൈക്കിൻ്റെ ഒരു പൊതുവെ ഒരു അഗ്രസീവ് ലുക്ക് നൽകുന്നുണ്ട്, ഈ ഹെഡ് ലാമ്പും LED DRLs ഒക്കെ വന്നത് കൂടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ ഇനി ലൈറ്റിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല വെളിച്ചുള്ളൊരു ഹെഡ് ലാംപ്സ് തന്നെ കൊടുത്തിരിക്കുന്നത്. അടുത്തായി നിങ്ങളെ ഞെട്ടിക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ USD ഫോക്സ് ആണ്. അതായത് ഗോൾഡൻ ഫിനിഷിംഗ് USD ഫോക്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 160 ബൈക്കുകൾ സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ തന്നെ അപൂർവങ്ങളായിട്ടാണ് 160 ബൈക്കുകളിലൊക്കെ ഇങ്ങനെ ഗോൾഡൻ ഫിനിഷിംഗ് USD ഫോക്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് ഈ ബൈക്കിനൊരു പ്രീമിയം ലുക്ക് തന്നെ നൽകുന്നുണ്ട്. കൂടാതെ ഇതിൽ പുതിയ ഗ്രാഫിക്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പഴയതിനേക്കാളും കുറച്ചുകൂടി അടിപൊളിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പറയാവുന്നത് ഇതിൽ കുറച്ച് ചളിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് കുറച്ച് ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പോണ വഴിക്ക് നമ്മളിപ്പോൾ സ്രായിക്കടവിലാണ്. സ്രായിക്കടവിലെ നമ്മൾ ഒരു നല്ല ഷോട്ടൊക്കെ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ കുന്നോത്തുനിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ അപ്പുറമാണ് ഈ സ്രായിക്കടവ് എന്നുള്ള സ്ഥലം. അപ്പോൾ ഈവനിങ് ഒക്കെ ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിലേക്ക് കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വരുന്നത് 5 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് ടോപ്പ് വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് TFT ഡിസ്പ്ലേ കിട്ടുന്നത്. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. നമുക്കിതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതുപോലെ തന്നെ 10:10 നാവിഗേഷൻ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇതിൽ TVSൻ്റെ ആപ്പുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോളും മെസ്സേജസൊക്കെ അലർട്ട്സ് ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല നമുക്കിതിൽ ട്രാക്ഷൻ കൺട്രോളും ലഭിക്കുന്നതാണ്. മഴയത്തും അതുപോലെ വഴുക്കുള്ള റോട്ടുകൂടെ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ടയറിന് നല്ല ഗ്രിപ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊക്കെ ഇത് സഹായിക്കും. സ്ലിപ്പാകാതിരിക്കാനൊക്കെ നമുക്ക് സഹായിക്കും. കൂടാതെ നമുക്കിതിൽ റെയിൻ, അർബൻ, അതുപോലെ സ്പോർട്സ് എന്നീ 3 മോഡുകളും നമുക്ക് ലഭിക്കുന്നതാണ്. എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ മെക്കാനിക്കലി വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പഴയ വിശ്വസ്തനായ 159.7 സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് 4 വാൾവ് എഞ്ചിൻ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ 17 PS പവറും അതുപോലെ 14 Nm ടോക്കുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 5 സ്പീഡ് ഗിയർ ബോക്സ് തന്നെയാണ് ഇതിനുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോഴുള്ള ആ പെർഫോമൻസ് ഇപ്പോഴും ടോപ്പ് നോച്ചാണ്. RTR DNA ഉള്ളതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ വളരെ പെട്ടെന്നാണ്. ഇത്തവണ ഇതിൽ അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ച് കൂടിയും കൊടുത്തുള്ളതുകൊണ്ട് ഗിയർ ഷിഫ്റ്റിംഗ് ബട്ടർ സ്മൂത്ത് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടെക്നിക്കൽ വശങ്ങൾ. നമുക്ക് ഇനി റൈഡിങ് എക്സ്പീരിയൻസിലേക്ക് പോകാം. അപ്പോൾ നമുക്കത് റൈഡ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കാം. അപ്പോൾ നമുക്ക് റൈഡ് ചെയ്തിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ പറയാം. ഇതിൽ USD ഫോക്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കോർണറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസും ഒരു സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഓടിക്കുമ്പോൾ. സസ്പെൻഷൻ സ്പോർട്ടി ഫീലിംഗ് ആണ് തരുന്നതെങ്കിലും, അതായത് സ്റ്റിഫാണെങ്കിലും നമുക്ക് സിറ്റികളിലൊക്കെ കുഴികളിലൊക്കെ ചെറിയ കുഴികളിലൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് ഓടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ബ്രേക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിൽ ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. ഡുവൽ ചാനൽ ABS വിത്ത് RLP ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ വണ്ടി പാളിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ലോങ് ടൂറിങ്ങിനും അതുപോലെ തന്നെ സിറ്റി കമ്മ്യൂട്ടിനൊക്കെ നല്ല കംഫർട്ടായിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മൈലേജിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഇതിന് കമ്പനി പറയുന്നത് 51 കിട്ടുന്നതാണ് പറയുന്നത്. നമുക്ക് ഏകദേശം ഒരു 40-45 കിട്ടും നമുക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അവസാന ഭാഗമായ പ്രൈസിങ്ങിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഷോറൂം പ്രൈസ് വരുന്നത് 1,27,000 രൂപയാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് തൃശ്ശൂർ ഷോറൂമിലൊക്കെ വരുന്നത്
1,75,000 സംതിങ് ആണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പ് വേരിയൻ്റെ റേറ്റ് വരുന്നത്. മികച്ചൊരു ലുക്ക്, അതുപോലെ തന്നെ ഗോൾഡൻ USD ഫോക്സും അതുപോലെ ട്രാക്ഷൻ കൺട്രോളും മികച്ചൊരു പെർഫോമൻസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് 2026 അപ്പാച്ചെ 160 നിങ്ങൾക്ക് ഈ വണ്ടിയെ കുറിച്ച് എന്താണ് തോന്നുന്നത് എന്ന് താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ബൈക്ക് പ്രേമിയ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ വിത്ത് മീ, ടേക്ക് കെയർ, ബൈ. Yeah, came through flexing cause they know I